Hello, this is Vijita Anish again with a question discussion. So, NCLEX RN എക്സാമിനും അതുപോലെ തന്നെ ബാക്കിയുള്ള നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റേഡിയേഷൻ. ആ റേഡിയേഷൻ ടോപ്പിക്കിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ഏത് എക്സാംസ് ബേസിക്കലി NCLEX RN എക്സാം എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. So in radiation patient or when a person who is receiving radiation, basically or safety issues for the patient, additionally safety issues for the healthcare provider is also very important. So അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സേഫ്റ്റി ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ റേഡിയേഷനിൽ നിന്നും സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ജസ്റ്റ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ ക്വസ്റ്റ്യൻ ലെറ്റ് മീ ടെൽ യു ലൈക്ക് വാട്ട് ഈസ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൈഡ് വെറൈറ്റി. ബേസിക്കലി റേഡിയേഷൻ നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ക്യാൻസറിന്റെ ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട്. ഇന്റേണൽ റേഡിയേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ റേഡിയേഷൻ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ ഫോർ യു. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. A nurse is caring for a patient during radium implant, and during the removal of the implant it is most important for the nurse to take which of the following action. So there are four actions given. I'll show you. So four options la like four actions la most important, this is the keyword here, fine, most important aayittulla nursing action ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇവിടെ പേഷ്യൻറ്റ് ഇസ് ഓൺ റേഡിയം ഇംപ്ലാന്റ്. സോ ദ പേഷ്യൻറ്റ് ഇസ് റിസീവിംഗ് or patient is during with a radium implant and during the removal of the implant. So ഇവിടെ radium is just implanted into the patient's body, fine, and then this is the time where the radium is removing. Okay, so അങ്ങനെ റിമൂവ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സോ ദ വേർഡ് ദ കീവേഡ് ഇസ് ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സ് ടു ടേക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ്. സോ ലെറ്റ് മീ read the first option. This is the first option. Clean the radium implant carefully with a disinfectant. Okay, so first option പറയാണ് റേഡിയം ഇംപ്ലാന്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അത് ക്ലീൻ ചെയ്യണം വിത്ത് ഡിസ്ഇൻഫെക്റ്റന്റ്. either it could be alcohol or bleach using long force. ഓക്കെ, അതാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ പറയുകയാണ് handle the radium carefully using forceps and rubber latex gloves. Okay, so ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യണം, കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം ബൈ യൂസിങ് forceps and then നമ്മൾ ഗ്ലൗ യൂസ്, we have to use the gloves. Fine, അതാണ് സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞത്. Now the third option, chart the date, time of removal, date of removal, time of removal along with the total time of implant which is placed on the patient's body for the treatment. Okay, so remove ചെയ്യുന്ന time note ചെയ്യണം, date note ചെയ്യണം, how long the radium implant was there in the patient's body, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഇനി ഫോർത്ത് ഓപ്ഷൻ പറയുന്ന ഡബിൾ ബാഗ് ദ റേഡിയം ഇംപ്ലാന്റ്. റേഡിയം ഇംപ്ലാന്റിനെ ഡബിൾ ബാഗ് ചെയ്യണം before the person from radiology removes it from the room. Okay, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഒരാൾ ഈ റേഡിയം ഇംപ്ലാന്റിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഡബിൾ ബാഗ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഇവിടെ 4 ഓപ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ക്ലീൻ ചെയ്യണം വിത്ത് ആന്റിസെപ്റ്റിക് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം വിത്ത് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. സെക്കൻഡ്, കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം. Okay, radium implant carefully handle ചെയ്യണം with a forceps and rubber latex gloves. Third, radium implant റിമൂവ് ചെയ്യുന്ന ടൈമും അതുപോലെ തന്നെ ഡേറ്റും എത്ര സമയം റേഡിയം നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും ഒരു ഐഡന്റിഫിക്കേഷൻ. സോ യു ഹാവ് ടു റെക്കോർഡ് ദ ടൈം, date and how long the radium implant was there in the body. All those things need to be recorded. And fourth one is just when the radiology person will come and take the radium implant back to the radiology department,
So before that, you need to make sure that it has to be bagged in a double bag. Fine. So these are the options given. Out of this, which is very important? Yes. Now this is the time for you to select the answer. Please remember that here a radium, which is an isotope, that is implanted within the patient's body. Fine. So let me just discuss basic thing related with any of radiation. So basically, initially I said like radiation can be divided into internal radiation and external radiation. What is an external radiation? Where the radioactive isotopes are placed external to the body, somewhere outside, and then we are just going and just getting a radiation to our body. Fine. So external radiation, radioactive isotope നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്ത് എവിടെയെങ്കിലും ഒരിടത്ത് റേഡിയേഷൻ വരുന്ന രീതിയിൽ വെക്കുകയും അതിലൂടെ ഇപ്പം നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് റേഡിയേഷൻ കിട്ടുകയും ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ റേഡിയേഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇന്റേണൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയം പോലെയുള്ള ഏതെങ്കിലും റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ക്യാവിറ്റിയിൽ place here. So in internal radiation, what happens? The radioactive isotopes are implanted within our body. So these are the two different type of radiation. So please remember that whatever it could be the radiation isotope, if that is producing radiation, definitely our body is not radio opaque. നമ്മുടെ ബോഡി റേഡിയോ ഒപ്പേക്ക് അല്ല, അതായത് റേഡിയേഷനെ കടത്തി വിടാത്തതല്ല. അതുകൊണ്ട് തന്നെ when the radioactive isotopes are in the body will transfer the radiation. Okay, so the patient itself is considered as radioactive. And second thing, this is a question related with the removal of radiation. Removal of radium implant. Okay, implant remove chamber. So remember that particular implant itself is a radioactive, so you should not handle. The radiology department will take care of that, and they will just take it away and they'll take it in a lead container and they'll take it away. Okay, so that is how after removal the radium implant can be handled. Fine. And see, this is something really important, that when any of radium or any of radioactive isotope, when that implant in our body, we have to record the time and date. Fine. Why it is important? Then only we can calculate that how many fractions of radiation does the patient receive. മനസ്സിലായോ? ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് നമ്മുടെ ബോഡിയിൽ വെക്കുമ്പം അതിൻ്റെ ടൈമും ഡേറ്റും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഓരോ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിനും എന്തുമാത്രം ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻസ് കൊടുക്കാൻ പറ്റുമെന്നും അത് പ്രോപ്പർലി എന്തുമാത്രം പേഷ്യൻ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് റിമെമ്പർ ദാറ്റ് this all calculation will be done by the radiologist. This is not your responsibility, but still we should understand this. This is a responsibility that we need to record. So recording and reporting it something is considered as a legal values, and it is something really important so that the proper calculation can be done, so that the patient should not receive more radiation and patient should not receive lesser radiation. Because ultimately the radiation is a choice of treatment for cancer. Right? So we have to be more conscious. The patient should not get more radiation so that the many normal cells get damaged, or the patient should not get a lesser radiation so that the treatment may not be effective. Clear? So this is something really important that you should record before implanting, even after implanting, the date and time, and how many hours the radioactive implant that has remained in the patient's body. So which is something really important. This is your responsibility. So the answer for this question is third one, chart, date and time. Clear? Yes. And let me revise again. What is radiation? There are two kinds of radiation: external radiation and internal radiation. So external radiation under internal radiation under. The external radiation, the beam of radiation which is implanted whereas outside of the body, that is otherwise considered as a teletherapy. What all rays are used? Basically gamma rays are used and beta rays are used. And please remember, you will not get major questions from the rays, because then everything will be calculated and identified by the radiologist. But how do you take care of the patient when the patient is receiving radiation, which is something really important? That is your role. Yeah.
So yeah, this is, so please remember that teletherapy is the other name for external radiation and brachytherapy is the other name for internal radiation. So in internal radiation, what happens? Internally radioactive isotopes are implanted in your body so that itself will produce radiation and it will emit out from the patient's body. മനസ്സിലാവുണ്ടോ? ഇന്റേണൽ റേഡിയേഷനിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് നമ്മുടെ ബോഡിയുടെ അകത്ത് വെക്കുകയും അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. സോ if any of radioactive isotopes are implanted in my body, so my body itself is considered as radioactive. Okay, so that is something really important. And how do we implant the radioactive isotopes in our body? It can be implanted in the cavity, yeah, to the ovaries, if it is the choice of treatment for cervical cancer or uterine cancer, so it can be placed in the uterus. Okay, it can be placed in the bladder, fine. So അതാണ് ഇംപ്ലാന്റ്സ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് അതർവൈസ് വി ക്യാൻ യൂസ് ലൈക്ക് എ അൺസീൽഡ് കൈൻഡ് ഓഫ് റേഡിയേഷൻ. ഫോർ എക്സാമ്പിൾ, ദ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ആർ ജസ്റ്റ് instilled to our body through IV injections and oral tablets. So oral tablets ആയിട്ടോ IV injections ആയിട്ടോ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ when we push the radioactive isotope as an injection, or when you just take the injection as the tablet as oral, ചെറിയ സീഡ്സ് ഓർ പില്ലറ്റ്സ് എന്ന് പറയും. സോ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് നമ്മൾ സ്വാലോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇഞ്ചക്ഷൻ ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ദിസ് വിൽ ബി എക്സ്ക്രീറ്റഡ് ഫ്രം എ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് അത് എക്സ്ക്രീറ്റ് ഔട്ടായി പോകും. അങ്ങനെ അത് എക്സ്ക്രീറ്റ് ഔട്ടായി പോകുന്നത് ഇറ്റ് ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ഔട്ട് ത്രൂ ദ യൂറിൻ or it could be through the stool. Fine. So this is considered as a unsealed radiation. Why it is considered as unsealed എന്ന് പറഞ്ഞാൽ which is not sealed in our body. അതായത് നമ്മുടെ ബോഡിയിൽ ഫുള്ളി സെക്യൂർ ആയിട്ട് ഇരിക്കുകയല്ല, അത് നമ്മുടെ യൂറിൻ വഴിയോ സ്റ്റൂൾ വഴിയോ പുറത്തേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് അതിന് അൺസീൽഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വൺസ് അത് ഇംപ്ലാന്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി സെക്യൂർ ഓവർ ദെയർ. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ സീൽഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പം ഒരു സീൽഡ് ലെറ്റർ ഉണ്ട്, അൺസീൽഡ് ലെറ്റർ ഉണ്ട്. ഇപ്പോൾ സീൽഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എൻവലപ്പിനകത്ത് എഴുതിയിട്ടുള്ള ഒരു മെയിലോ അല്ലെങ്കിൽ ലെറ്ററോ അത് സീൽ ചെയ്തു. സോ ആർക്കാണോ ഇത് സെൻഡ് ചെയ്യുന്നത് ആ ആൾക്ക് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ അൺസീൽഡ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി എ എൻവലപ്പ്, ദർ വിൽ ബി എ ലെറ്റർ ഇൻസൈഡ് ബട്ട് വിച്ച് ഇസ് നോട്ട് സീൽഡ്. സോ അത് ഹാൻഡിൽ ചെയ്യുന്ന, ക്യാരി ഓവർ ചെയ്യുന്ന എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്യാം. മനസ്സിലായി? വിച്ച് ഇസ് നോട്ട് സീൽഡ്. അപ്പം അത് ഇതിനകത്ത് എന്താണെന്ന് അത് തൊടുന്ന അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാം. അതാണ് അൺസീൽഡ് എന്ന് പറയുന്നത്. സോ അൺസീൽഡിന്റെ പ്രത്യേകത എന്താ? ഇത് നമ്മൾ ഓറലി ആയിട്ടോ IV ആയിട്ടോ കൊടുത്തു കഴിയുമ്പം അത് പിന്നീട് ആ ബോഡിയിൽ നിന്ന് ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് കെയർ ചെയ്യുന്ന ബോഡി ഫ്ലൂയിഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും എന്ത് വരാം? റേഡിയേഷൻ കിട്ടാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയാണ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്നത്? സീൽഡ് റേഡിയേഷൻ ആണെങ്കിലും അൺസീൽഡ് റേഡിയേഷൻ ആണെങ്കിലും ഇന്റേണൽ റേഡിയേഷന്റെ ടൈപ്പാണ്. ഓക്കെ, സോ ഇന്റേണൽ റേഡിയേഷനിൽ പേഷ്യന്റ് ഇറ്റ്സെൽഫ് ഇസ് കൺസിഡേർഡ് ആസ് റേഡിയോ ആക്റ്റീവ്. നമ്മുടെ ബോഡി തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. പേഷ്യന്റ് ഷുഡ് ബി ഐസൊലേറ്റഡ്. If you are pregnant nurse, you should not go and enter to the patient room. You are not supposed to allow the visitors less than 16 years. You are not supposed to allow the person who is recently married and who is planning for pregnancy. So these are all interventions because ultimately radiation itself is considered as a phytotoxic. That is the basic reason. Clear? And then patient itself is considering radioactive, basically in unsealed radiation, even the patient's urine and stool is also considered as radioactive. So that you should not send the urine and stool for any of examination. So all these interventions are really important. You have to protect the patient and you have to protect yourself also. So when the patient is receiving radiation, that is internal radiation, so the patient will be isolated, patient will be put in a single room and the room will be always closed, and whenever you enter the patient room you have to wear lead apron. Okay, and to calculate the radiation you can wear dosimeter badge. But remember that very frequently entering the patient room is not really good and safe.
So you can complete all the activities and all the care at one time and then inform the patient that if you have any problem, if you have any urgency, you can just press the buzzer so that I can come and attend you. So these kind of instructions really will help you to prevent extra unwanted radiation exposure. Fine. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റേണൽ റേഡിയേഷനും എക്സ്റ്റേണൽ റേഡിയേഷനും. External radiation എന്ന് പറഞ്ഞാൽ the patient is not considered as radioactive. The radiation is only received by the patient. പേഷ്യന്റിന് ഒരു റേഡിയേഷൻ റിസീവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ബട്ട് ഇന്റേണൽ റേഡിയേഷനിൽ പേഷ്യന്റ് തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. ബിക്കോസ് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നു? ബിക്കോസ് ഇവിടെ പേഷ്യന്റിന്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ സേഫ്റ്റിയും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ടും റെഗുലർ ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മറക്കരുത്, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അഗെയിൻ നഴ്സിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. So I'll always help you. I'm pretty happy that I can help you so that we will work together to get a better results. Thank you for watching. God bless you all.